സ്കൂളിൽ പോകാതിരിക്കാനും ഹോംവർക്ക് ചെയ്യാതിരിക്കാനും വേണ്ടി ഒരു പെൺകുട്ടി പശുവിന്റെ മുഖം മൂടി വെച്ച് യാ അല്ലാ എന്നെ പശുവാക്കി തരുമോ എന്ന് ചോദിച്ചു. അവളുടെ ആഗ്രഹം നിമിഷ നേരം കൊണ്ട് സാധിച്ചു. അവൾ ഒരു പശുവായി മാറി. കാട്ടിൽ നിന്ന് തിരിച്ചു വരുന്ന അച്ഛൻ വഴിയിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ഓറഞ്ച് പശുവിനെ കണ്ട് വലിച്ചഴച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലേക്ക് പോയപ്പോൾ അവൾ ദേ പശുവിന്റെ മുന്നിലൂടെ ഓടിപ്പോകുന്നു. പശുവായി മാറിയ പെൺകുട്ടി വിചാരിച്ചു, ഞാനല്ലേ ആ പോണത് എന്ന്. എന്തായാലും പശു ആയതല്ലേ, ഇനി രാവിലെ തൊട്ട് രാത്രി വരെ ഉറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ അച്ഛൻ അവളെ കൊണ്ട് വയലിലേക്ക് പോയി. അവിടെ മുഴുവനും ഉഴുതുമറച്ചു. വിറകുകളെല്ലാം ചുമലിലാക്കി കൊണ്ടുപോയി ചരക്ക് മല മുകളിലേക്കും കയറ്റി. പശു വയ്യാതെ കുഴഞ്ഞു വീണു. പക്ഷെ പുറകിലുണ്ടായിരുന്ന അച്ഛനും ചരക്ക് സാധനങ്ങളും കൂടി പുഴയിലേക്ക് വീണു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. സന്ധ്യ ആയപ്പോൾ അച്ഛൻ പശുവിനെ തൊഴുത്തിൽ കയറ്റി അമ്മ കാടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഒരു തുള്ളി വെള്ളം കുടിക്കാതെ പശു അങ്ങ് തളർന്നു വീണു. അടുത്ത ദിവസം വീണ്ടും വയലിൽ തന്നെ ജോലി. വായിന്നും കണ്ണീന്നൊക്കെ വെള്ളം വന്ന് പശു അങ്ങ് തളർന്നു വീണു. അച്ഛൻ അടിക്കാൻ നിന്നപ്പോൾ അമ്മ തടഞ്ഞു വെച്ചിട്ട് പറഞ്ഞു അതിന് വയ്യാഞ്ഞിട്ടാണ് എന്ന്. ഇതിനെ കൊണ്ട് ഇനി ഒരു ഉപകാരം ഉണ്ടാകില്ലെന്ന് കരുതി അച്ഛൻ അതിനെ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. കൊല്ലാൻ കൊണ്ടുപോവാണെന്ന് മനസ്സിലാക്കിയ അവൾ കശാപ്പുകാരനെ ചാടി അടിച്ച് അവിടുന്ന് ഓടി. നാട്ടുകാരെല്ലാം കൂടെ പശുവിന്റെ പിന്നാലെ വടിയും കയറും എടുത്ത് ഓടി. അവൾ വേഗം മല മുകളിലേക്കാണ് ഓടിപ്പോയത്. പശു വേഗം ഓടിപ്പോയി അവിടെയുള്ള ഒരു പാറയ്ക്ക് അടുത്തായി ഒളിച്ചു നിന്നു. അപ്പോഴാണ് മനസ്സിലായത് പശു ആയാലും പണിയെടുക്കണം, മനുഷ്യനായാലും പണിയെടുക്കണം. അപ്പോഴേക്കും പശുവിന്റെ അടുത്തേക്ക് നാട്ടുകാരെത്തിയിരുന്നു. പക്ഷെ വേഗം അവിടെ നിന്ന് വീണ്ടും ഓടി ഒരു കൊക്കയുടെ അടുത്തെത്തി. എന്തായാലും ചാവണം, കൊക്കയിൽ ചാടി ചാവണോ അതോ ഇവർക്ക് പിടികൊടുക്കണോ എന്ന് വിചാരിച്ച് പേടിച്ചു നിന്നു. അന്നേരം അവൾ കണ്ണു തുറന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് കണ്ടതെല്ലാം സ്വപ്നമായിരുന്നു എന്ന്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും ചെയ്യുക?